ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസം കൂടി ഒരു വ്ളോഗ് ചെയ്യാണ്, ഒരു ലോങ് വ്ളോഗായിട്ട് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മസ്റ്റായിട്ടും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ വീഡിയോ കാണുന്ന പോലെ തന്നെ നമ്മളൊരു A4 സൈസ് പേപ്പർ എടുത്ത് അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ A4 സൈസ് പേപ്പർ നമ്മൾ 6 പീസസ് ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ ഡെക്കോർ ചെയ്യുന്ന ഒരു കാർഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ഡ്രോയിങ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി അതൊക്കെ ആയിട്ടൊരു വീഡിയോ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 6 കാർഡാണ് ഞാൻ യൂസ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തോന്നുന്നതായ രീതിയിലുള്ള ഞാൻ ഡ്രോ ചെയ്തെടുക്കും. സ്പീഡിന് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. പക്ഷേ ഫൈനൽ ലുക്ക് കാണാൻ കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി നല്ല ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ എനിക്ക് അറിയാം, ബട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയോടും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണെങ്കിൽ കുറേ ലോങ് ആയിട്ട് തന്നെ എടുക്കുന്ന വീഡിയോ ആയിപ്പോയി. എന്നിട്ട് ഞാൻ അതിനെ സ്പീഡ് കയറ്റി അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ 3 കാർഡ് ഗ്രീൻ കളറിൽ സെറ്റ് ചെയ്തു. ബാക്കി 3 കൂടെ ഉണ്ട്, അതും കൂടെ കാണിക്കാം. അത് ഞാൻ കുറച്ച് കോഡ്സൊക്കെ ചെയ്താന്നാണ് വിചാരിച്ചത്, ബട്ട് ഒന്നും നടന്നില്ല. അപ്പോൾ അത് രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ അതിന് കോഡ് സൈഡ് എഴുതാൻ വേണ്ടിയിരുന്ന സെൽഫ് ലവ് എന്നും പറഞ്ഞ് ലാസ്റ്റ് എഴുതി വെച്ചു. പിന്നെ അതിന് കുറച്ച് ഹാർട്ട്സൊക്കെ സൈഡിലൊക്കെ വരച്ച് ഡെക്കോർ ചെയ്തു. അതിനുശേഷം ഇനി അടുത്തൊരു കാർഡ് എന്ന് പറയുന്നത്, അതിനകത്ത് ഞാൻ 500 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ നമ്മുടെ ചാനലിൽ ഒരു മന്ത്ലി ഗിവ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആവാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയതാണ് 500 സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് സപ്പോർട്ട് 500 സബ്സ്ക്രൈബ് ഓൾ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്കെച്ചും കയ്യിരിക്കേണ്ട, ഒരു വെള്ള പേപ്പറും കയ്യിരിക്കേണ്ട, എനിക്ക് തോന്നണം എന്തൊക്കെയൊക്കെയോ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് ഹാർട്ട്സൊക്കെയാണ് മിന്നിത്തിളങ്ങി നിൽക്കുന്നത്. പക്ഷേ ഹാർട്ട്സിൻ്റെയൊക്കെ ഷേപ്പൊക്കെ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മടുപ്പാണ്. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാൻ ഇപ്പം നമുക്കൊരു കോമ്പറ്റീഷനൊക്കെ നടക്കുക, അപ്പം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് നമുക്ക് പ്രൈസ് വേണമല്ലോ. അപ്പം നമ്മൾ നന്നായിട്ട് എഫോർട്ട് എടുക്കും. അങ്ങനെ തന്നെ പല കാര്യങ്ങളിലും നമ്മളെല്ലാവരും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ നല്ലപോലെ എഫോർട്ട് എടുക്കും. അതുപോലെ ഞാനും നല്ലപോലെ എഫോർട്ട് എടുത്ത് ഇനി വീഡിയോസൊക്കെ ചെയ്യണം മാക്സിമം. അപ്പം ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള ഓരോ മൂഡുണ്ട്. നമുക്ക് ആ മൂഡനുസരിച്ച് നമ്മൾ ചെയ്യുള്ളൂ. ആക്ച്വലി ഞാനിപ്പോൾ എനിക്ക് ഒരു മടിയാണ് കാര്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ചാനൽ ഡെഡ് ആവരുത്. ഇപ്പം നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വ്യൂവേഴ്സും ഉണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം നമ്മൾ ഫെവിക്കോളൊക്കെ വെച്ച് വീഡിയോയിൽ നിന്ന് മാറിപ്പോണ വിഷയം. അപ്പം നമ്മൾ ഫെവിക്കോളൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് ഡെക്കോർ ചെയ്തെടുക്കാൻ വേണ്ടി 2 വൈറ്റ് ആൻഡ് പിങ്ക് റെഡ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ, അങ്ങനെ 3 ഗ്രീൻ കാർഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരെണ്ണം ഗ്രീൻ കാർഡ് ഇവിടെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു. വലിയ സെറ്റപ്പായിട്ടൊന്നും ഫിനിഷൊന്നും ആയില്ല, ബട്ട് നേരിട്ട് കാണാൻ അടിപൊളിയാണ്. കാര്യം പറഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ സെൽഫ് ലവ് എന്ന് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ വേറൊരു പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോ കാണുമ്പോൾ നല്ലൊരു രസം തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് തീമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കൊളായിട്ട് എടുക്കുക. പിന്നെ ആക്ച്വലി എനിക്കിങ്ങനെ എസ്തറ്റിക് ആയിട്ടുള്ള ലുക്കായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു 5 പീസ് സിസേഴ്സാണ്. അപ്പോൾ ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. നല്ല ഒരു 100 റുപ്പീസ് അത്ര ആക്ച്വലി ആവുന്നുള്ളൂ. കറക്റ്റ് എമൗണ്ട് ഞാൻ എത്രയാണെന്ന് മറന്നു. എന്തായാലും 100-ന് താഴെ 100 അത്ര ആവുള്ളൂ. അപ്പം ഞാൻ അതിനെ ചുമ്മാ കുളം തോണ്ടി കണ്ടെന്നുണ്ട് അങ്ങോട്ട് വെട്ടി സെറ്റ് ചെയ്തു. എന്തൊക്കെയോ ഒരു സാറ്റിസ്ഫാക്ഷൻ. കുറേ ടൈം നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് വട്ട് പിടിക്കുന്ന നേരത്തൊക്കെ കാണിക്കുന്ന ഓരോ പരിപാടിയാണ്. പിന്നെ എനിക്ക് നാളെ ഒരു കൊറിയർ കൊടുക്കേണ്ടിയുണ്ടായിരുന്നു. ഒരു 15 പിക്സ് പോളറൈഡ് ഫോട്ടോസാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഗിഫ്റ്റ് പാക്കിങ് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നല്ല ഫോട്ടോസാണ്, 2 ബേബീസിൻ്റെ ഫോട്ടോസാണിത്. ആക്ച്വലി അവർ തന്ന ഫോട്ടോസ് വെച്ച് നമ്മൾ ചെയ്ത് 15 പിക്സ് ആണ് നമ്മളിനകത്ത് ഇൻക്ലൂഡ്. 15 ആണേ. അത് നമ്മളതിൻ്റെ ഉള്ളിൽ വേറൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കവറിലാക്കി സെറ്റ് ചെയ്തൊന്ന് കൊടുക്കുന്നു. ഗിഫ്റ്റ് പേപ്പറൊന്നും പൊടിയുന്നില്ല. ഇങ്ങനത്തെ കവർ ആകുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് പേപ്പറൊന്നും വെച്ച് റാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഒരു താങ്ക് യു എന്ന് പറയുന്ന സ്റ്റിക്കർ വെച്ച്. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയായിരുന്നു, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ സിസേഴ്സ്, പിന്നെ ഈ ഗിഫ്റ്റ് പാക്കിങ്, പിന്നെ ഈ കാർഡ് 6 കാർഡ്സ് നമ്മൾ
നമ്മൾ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയേക്കണേ. ഇനിയും നല്ല വ്ളോഗ്സൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും 500 സബ്സ്ക്രൈബേഴ്സ് ആവാം. അപ്പോൾ നമ്മൾ മന്ത്ലി ഗിവിങ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ എസ്തെറ്റിക്കൊക്കെ ആവാൻ വേണ്ടി ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ നൈറ്റ് കാണാൻ നല്ല രസമായിരിക്കും. ഈ ലൈറ്റ് ഞാൻ കുറേ റൂമിൽ സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളിയാണ് നൈറ്റ് കാണാൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതെൻ്റെ ഒരു കുടുക്കയാണ്, അതായത് മണി സേവിങ് ബോക്സാണ്. അത് ഞാൻ മേളിലെടുത്താണ് വെച്ചേക്കുന്നത്. ഒരു ഊഞ്ഞാലൊക്കെ പോലെ സെറ്റ് ചെയ്ത് എനിക്കതിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സെറ്റ് ചെയ്യാനാണ് വെച്ചിട്ടുണ്ടായി. പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. വോയിസ് ഓവറൊക്കെ കൊടുത്താൽ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടായി. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിരുന്നു, താങ്ക് യു. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് ഉണ്ടാവണം. അപ്പോൾ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.